ചെർപ്പുളശ്ശേരി നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തര നടപടിക്കൊരുങ്ങി നഗരസഭ. കഴിഞ്ഞ ദിവസം വൺ ന്യൂസ് വാർത്ത നൽകിയതിന് പിന്നാലെ നഗരത്തിൽ തെരുവുനായ ആക്രമണം വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ലോക്കൽ ABC മോണിറ്ററിംഗ് സമിതി യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. ഒരാഴ്ചക്കിടെ നഗരത്തിൽ 4ഓളം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റ സാഹചര്യത്തിലാണ് ചെർപ്പുളശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ലോക്കൽ ABC മോണിറ്ററിംഗ് സമിതി യോഗം ചേർന്നത്. യോഗത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ കണ്ടെത്തി പ്രതിരോധ കുത്തിവയ്പ് നൽകുക, വളർത്തുനായ്ക്കൾക്കായി വാർഡ് അടിസ്ഥാനത്തിൽ സ്പോട്ട് വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കുക, നഗരസഭയിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുക തുടങ്ങിയ തീരുമാനങ്ങൾ കൈക്കൊണ്ടതായി നഗരസഭ വൈസ് ചെയർമാൻ C. ജയകൃഷ്ണൻ അറിയിച്ചു. ശരിയാണത്. കഴിഞ്ഞ ഏതാനും ദിവസമായി ചെർപ്പുളശ്ശേരി ടൗണിലെ തെരുവുനായ ശല്യം ഗുരുതരമായ രീതിയിൽ അക്രമാസക്തമായ രീതിക്ക് അനുസരിച്ച് മാത്രമല്ല കഴിഞ്ഞ 2 ദിവസം മുന്നേ നമ്മുടെ ചെർപ്പുളശ്ശേരി ടൗണിലെ നടപ്പാതയിൽ നടന്നുകൊണ്ടി പോകുന്ന വിദ്യാർത്ഥികളെ, അതുപോലെ തന്നെ കുട്ടികൾ, ചെറിയ പെൺകുട്ടി, ആ കുട്ടീനെ തെരുവുനായ പോയി പിന്നാക്കം വന്നിട്ട് കടിക്കുന്ന രീതിക്ക് അനുസരിച്ചാണ്. അവിടെ മാത്രമല്ല ലക്ഷംവീട് പ്രദേശത്ത്, തൊട്ടപ്പുറത്തുള്ള ചെർപ്പുളശ്ശേരി ടൗണിന്റെ പ്രദേശത്തെ ലക്ഷംവീട് ഭാഗത്തെ ഒരു വീട്ടമ്മേനെ കടിച്ചു, കുട്ടീനെ കടിച്ചു അതിഗുരുതരമായിട്ട്. മാത്രമല്ല പല വാർഡുകളിലും നായ്ക്കളുടെ ശല്യം കൂടി വിട്ടാണ്. ഇത് മുനിസിപ്പാലിറ്റി വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് ഇതിനെ എടുത്തിട്ടുള്ളത്. അങ്ങനെ എടുത്തപ്പോഴാണ് ഞങ്ങൾ അടിയന്തരമായിട്ട് ഇന്നലെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ലോക്കൽ ABC മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ആ മോണിറ്ററിംഗ് കമ്മിറ്റി ഞങ്ങൾ അടിയന്തരമായിട്ട് വെച്ചു. ആ മോണിറ്ററിംഗ് കമ്മിറ്റിയിലാണ് ചെയർപേഴ്സന്റെ വൈസ് ചെയർപേഴ്സന്റെ അവിടെ ഇരിക്കുന്ന നമ്മുടെ വെറ്റിനറി സർജൻ സിദ്ദിഖ് സാറുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ മെഡിക്കൽ ഓഫീസറുണ്ട്, അങ്ങനെ തന്നെ സെക്രട്ടറി കൂടിയുള്ളതാണ് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള രീതിക്ക് നമുക്കറിയാം. നിലവിൽ നമ്മുടെ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ നമ്മൾ ശ്രമിച്ചു പറഞ്ഞാൽ ആ വിധി നമ്മൾ വളരെ സ്വാഗതാർഹമായിട്ടുള്ള വിധിയായിരുന്നു. പക്ഷെ ആ വിധിയുടെ ഒരു 400 പേജുള്ള ആ വിധിയും അതിൻ്റെ ഒരു സർക്കുലറും കൂടി വന്നപ്പോൾ ഒരു പഴയ രീതിക്ക് അനുസരിച്ച് അക്രമാസക്തമായുള്ള നായ്ക്കളെ കൊല്ലണം എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. അതാണ് അവസ്ഥ. അതിലും വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെൽട്ടർ കൊടുക്കണം എന്നുള്ള രീതിക്ക് അനുസരിച്ച് വളരെ അക്രമാസക്തമായുള്ള നായ്ക്കളെ, പേരെ പിടിച്ചുള്ള നായ്ക്കളടക്കം പറയുന്നത് പരിശോധിക്കാനും അതൊരു 10 ദിവസം വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ 10 ദിവസം വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന് പിഴ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന വെറ്റിനറി സർജൻ സ്ഥിരീകരിക്കണം. എന്നാൽ തന്നെ അത് മേഴ്സി കില്ലിംഗ് ആണ് നടത്താൻ പറ്റുമെന്ന രീതിയിലാണ്. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ അത് ഇപ്പോഴും നിലവിൽ ആ പഴയ രീതി തന്നെയാണ്. നമുക്കൊന്നും പിടിക്കാൻ പറ്റാതെയും കൊല്ലാൻ പറ്റാത്ത രീതിക്ക് അനുസരിച്ച്. പക്ഷേ ഇങ്ങനെ അക്രമാസക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കമ്മിറ്റി പെട്ടെന്ന് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ, ആ നായ്ക്കളെ ഞങ്ങൾ വാക്സിൻ ചെയ്യാൻ ഏകദേശം ചെർപ്പുളശ്ശേരി ടൗണിലും അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലും ഏകദേശം നമ്മുടെ നിലവിൽ ഒരു 100ഓളം നായ്ക്കളെ ഞങ്ങൾ കണ്ടെത്തുന്ന 1-2 ആ രീതിക്ക് അനുസരിച്ച് അതിന് വാക്സിൻ ആന്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മാത്രമല്ല ഒരു വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുണ്ട്. ആ വളർത്തുന്ന നായ്ക്കൾക്കും ഇവർക്ക് ആന്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ തന്നെ പറഞ്ഞാൽ നമുക്ക് 33 വാർഡുകളിൽ 3 ക്യാമ്പ് വെച്ചുകൊണ്ട് തന്നെ ഒരു സ്പോട്ട് വാക്സിൻ ആന്റി വാക്സിൻ വെക്കാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല ഇതിനു വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കാനും നഗരസഭയും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി പ്രത്യേക പരിശീലനം ലഭിച്ച ഡോഗ് ക്യാച്ചേഴ്സിനെ വിന്യസിച്ച് ബുധനാഴ്ച നഗരത്തിൽ വ്യാപക പരിശോധന നടത്തും. തെരുവുനായ്ക്കളെ പിടികൂടി പ്രതിരോധ കുത്തിവയ്പ് നൽകുന്ന നടപടികൾ ആരംഭിക്കുമെന്നും വെറ്റിനറി സർജൻ സെയ്ദ് അബൂബക്കർ സിദ്ദിഖ് വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ പറഞ്ഞതുപോലെ ഇന്നലെ ഇതിന്റെ മോണിറ്ററിംഗ് സമിതി ചേർന്നിരുന്നു. അപ്പൊ നമുക്ക് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്നത് ഒന്ന്, തെരുവ് നായ്ക്കളെ പിടിച്ച് അതിന് പേവിഷബാധക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇന്നലെ പ്രധാനമായി എടുത്ത തീരുമാനങ്ങളിൽ ഒന്ന്. അപ്പൊ നമ്മള് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ചെർപ്പുളശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെയൊക്കെ സംയുക്തമായിട്ട് ഈ ബുധനാഴ്ച അത് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് പരിശീലനം കൊടുത്തിട്ടുള്ള ഒറ്റപ്പാലത്തുള്ള ഡോഗ് ക്യാച്ചേഴ്സ് അവര് 3 പേര് വരുന്നുണ്ട്. അപ്പോൾ ബുധനാഴ്ച നമ്മൾ വ്യാപകമായ രീതിയിൽ നഗരസഭയിലെ മുഴുവൻ തെരുവുനായ്ക്കളെ പിടിച്ചുകൊണ്ട് അതിന് പ്രതിരോധ കുത്തിവയ്പ് എടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിലവിൽ കന്നുകാലികൾക്കെതിരെയുള്ള കുളമ്പുരോഗ കുത്തിവയ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരെ തന്നെയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം കണക്കിലാക്കി നമ്മൾ നഗരസഭയിലെ മുഴുവൻ തെരുവുനായ്ക്കൾക്കും വാക്സിനേഷൻ കൊടുക്കും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ പറഞ്ഞതുപോലെ വളർത്തുനായ്ക്കൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിന്റെ എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ ക്ലിനിക്കൽ സ്ഥാപനങ്ങളും, വെറ്ററിനറി ഹോസ്പിറ്റലിൽ ആന്റി റാബീസ് വാക്സിൻ ലഭ്യമാണ്. അപ്പോൾ ആളുകൾ വന്ന്, എല്ലാ ഉടമസ്ഥരും വന്ന് വാക്സിനേഷൻ നായ്ക്കൾക്ക് ആവശ്യമായിട്ടുള്ള വാക്സിൻ ചെയ്യുന്നു. എങ്കിലും ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു
യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു വളർത്തു നായ്ക്കൾക്കുള്ള ഒരു വാക്സിനേഷൻ ക്യാമ്പും കൂടെ നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലും അതുപോലെ തന്നെ നമ്മുടെ ഒരു സബ് സെന്റർ കാറൽമണ്ണയിലുണ്ട്, വെറ്റിനറി സബ് സെന്റർ. അതും കൂടെ നമ്മൾ ഈ രീതിയിൽ നമ്മൾ 2-3 വളർത്തുനായ്ക്കൾക്കുള്ള ക്യാമ്പും കൂടെ വെക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് അടിയന്തരമായിട്ടൊരു ആവശ്യമുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് മിനിഞ്ഞാന്ന് ഉണ്ടായ ഈ സംഭവം, അപ്പൊ അതിന് അത്തരം ഒരു നായ്ക്കളെ ക്യാച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അടിയന്തരമായ രീതിയിൽ നമുക്ക് നമ്മുടെ ലോക്കലായിട്ട് ഡോഗ് ക്യാച്ചേഴ്സിന് ആവശ്യമുണ്ട്. അപ്പൊ എന്തായാലും പത്രത്തിൽ പരസ്യം കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഒരു തീരുമാനം തന്നെ അതായിരുന്നു. അപ്പോൾ ഇപ്പൊ ഈ വോയിസ് കേൾക്കുന്ന ആരെങ്കിലും നായപിടുത്തത്തിൽ പരിശീലനം ആവശ്യമുള്ള ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അത് നമ്മൾ എന്തായാലും പത്രത്തിൽ പരസ്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മുന്നോടിയായി ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അത് സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പൊ ഡോഗ് ക്യാച്ചേഴ്സിനെ ക്ഷണിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പത്രപരസ്യം കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ പ്രധാനപ്പെട്ട 3 തീരുമാനം മൃഗസംരക്ഷണ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന 3 തീരുമാനങ്ങൾ അതാണ് വന്നിട്ടുള്ളത്. അപ്പോ ഇതിനൊപ്പം ചെർപ്പുളശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പേവിഷബാധ പ്രതിരോധ വാക്സിൻ ആവശ്യമായ അളവിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. തെരുവുനായ ശല്യവും ആക്രമണങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടികളുമായി മുന്നോട്ടു പോകാനാണ് നഗരസഭയുടെ തീരുമാനം. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. 1 പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.